ഞാൻ പറഞ്ഞത് ഒരു സ്ഥാനാർത്ഥി എന്നൊക്കെ പറഞ്ഞാൽ ഇടിച്ചു കയറുന്ന ആൾ വേണ്ട, പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് പഴയ പടക്കുതിരെ ഓടി തളർന്ന കണ്ടം ചെയ്ത KSRTC ബസ് പിന്നെ സ്കൂൾ ബസ്സായിട്ട് ഉപയോഗിക്കും എന്ന പോലെയുള്ള ചില സ്ഥാനാർത്ഥികൾ വന്നു. ഈ ഘട്ടത്തിൽ രാജീവ് ചന്ദ്രശേഖർ ജയിക്കാനുള്ള സാധ്യത കടകംപള്ളിക്കുള്ളൊരു സൗകര്യം എന്ന് വെച്ചാൽ RSSകാർക്ക് ഒരു പ്രിയങ്കരനായ വ്യക്തിയാണ് കടകംപള്ളിയെ കാണാൻ വന്ന ആരെയും പുള്ളി നിരാശപ്പെടുത്തി പിടിക്കും. പത്തനാപുരത്ത് KB ഗണേഷ് കുമാറിനെതിരായിട്ട് സകല അടവുകളും പറ്റിക്കൊണ്ട് ചാമക്കാല രംഗത്ത് വന്നു. 5 വർഷമായിട്ട് ചാമക്കാല 5 കൊല്ലമായിട്ട് അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുകയാണ്. മാത്രമല്ല മുകേഷ് ഉണ്ടാക്കി ഒരു വലിയ ചീത്തപ്പേര് അവിടെ കിടക്കുകയാണ്. 10 കൊല്ലം കൊണ്ട് മുകേഷ് അവിടെയുള്ള മൊത്തം CPM-കാരെ വീർപ്പിച്ചു. എല്ലായിടത്തും ചിലപ്പോൾ പുള്ളി വളരെ വിനീതനായിട്ട് എല്ലാവരും താഴ്മയോട് പെരുമാറുന്ന ആളാണ്. ഈ മൂപ്പന്മാരൊക്കെ എതിരാണ്, ഇളമുറക്കാരെതിരാണ്, SFIക്കാരെതിരാണ്, DYFIക്കാരെതിരാണ്. ഇതൊക്കെ കഴിഞ്ഞാലും വിന്നിങ് കാൻഡിഡേറ്റ് ആണ്. ഇപ്പോഴത്തെ ഒരു പൊതു രാഷ്ട്രീയ സാഹചര്യത്തിൽ ആർക്കാണ് ഒരു മുൻതൂക്കം, അല്ലെങ്കിൽ ഓരോരുത്തരുടെ സാധ്യതകൾ എങ്ങനെയാണെന്ന് നമ്മൾ വിലയിരുത്തുന്നു. ആദ്യം നമ്മൾ തെക്കൻ കേരളത്തിലേക്ക് പോകുന്നു. LDF-നും UDF-നും ഏറ്റവും നിർണായകമായ ഒരു മേഖലയാണ് തെക്കൻ കേരളം. കഴിഞ്ഞ തവണ നമുക്കറിയാം, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ 4 ജില്ലകളിൽ നിന്നായിട്ട് 39 സീറ്റുകളുണ്ട്. അതിൽ 35 എണ്ണവും LDF-ന് കൈവശമുണ്ടായിരുന്ന മേഖലയാണ്. UDF-നെ സംബന്ധിച്ച് കേവലം 4 സീറ്റ് ഉണ്ടായിരുന്നു. ജയശങ്കറിനോട് ചോദിക്കാനുള്ള ഈ തെക്കൻ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം എന്ന് പറയുന്നത് LDF-ന് ഭരണ തുടർച്ചയ്ക്ക് കഴിഞ്ഞ തവണത്തേനൊപ്പമോ അല്ലെ അതിനടുത്തോ സീറ്റുകൾ നിർത്തേണ്ട സാഹചര്യമുണ്ട്. UDF-ന് ഒരു തിരിച്ചുവരവിന് എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ അവിടുന്ന് സീറ്റുകൾ കൂടുതൽ കിട്ടുകയും വേണം. താങ്കളുടെ ഒരു നിരീക്ഷണത്തിൽ ഈ തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെയുള്ള ജില്ലകളുടെ ഒരു രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയാണ്? തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെയുള്ള ജില്ലകളുടെ ഒരു പ്രത്യേകത അത് ഹിന്ദു മെജോറിറ്റിയാണെന്നുള്ളത്. തെക്കൻ കേരളം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സവിശേഷത തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, ഒരു പരിധിവരെ പത്തനംതിട്ട. ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത ഹിന്ദു മെജോറിറ്റിയാണ്. അതിൽ തന്നെ ഈഴവരാതി പിന്നാക്ക സമുദായക്കാർ, നായർ സമുദായത്തിനൊക്കെ ശക്തമായ വോട്ടുള്ള പ്രദേശങ്ങളാണ്. ക്രിസ്ത്യൻ പോക്കറ്റുകൾ അവർക്ക് ശക്തിയുള്ള പ്രദേശങ്ങളുണ്ട്. അതുപോലെ മുസ്ലിം വോട്ടർമാരും ഉണ്ട്. പക്ഷേ അത് പൂർണ്ണമായിട്ടും ആ രീതിയിൽ വടക്കൻ കേരളം പോലെ മധ്യ കേരളം പോലെ ഒരു പ്രദേശം. മാത്രമല്ല നമ്മളൊരു സൂചിക എന്ന് പറയുന്നത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നൽകുന്ന ഒരു ചിത്രം എന്ന് വെച്ചപ്പോൾ കൊല്ലം കോർപ്പറേഷനിൽ കോൺഗ്രസ് ജയിച്ചു, അതേ ഉള്ളൂ. അതെ, ചില മുനിസിപ്പാലിറ്റികളിലുമൊക്കെ അവർക്ക് ജയിക്കാൻ പറ്റി. തെക്കോട്ട് നോക്കിക്കഴിഞ്ഞാൽ BJP ആണ് പ്രധാനമായിട്ട് കയറി വന്നത്, പ്രത്യേകിച്ചും തിരുവനന്തപുരം കോർപ്പറേഷൻ. ചില മുനിസിപ്പാലിറ്റികളിലൊക്കെ അവർ മുന്നേറ്റം ഉണ്ടാക്കി. പക്ഷേ പൊതുവെ LDF ആണ്. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് LDF ആണ്, കൊല്ലം ജില്ലാ പഞ്ചായത്ത് LDF ആണ്, ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് LDF ആണ്, പത്തനംതിട്ട മാത്രമേ ഉള്ളൂ. അപ്പോൾ പത്തനംതിട്ട നമുക്ക് മാറ്റി വേറെ രീതിയിൽ നോക്കണ്ട. അപ്പോൾ ഈ 3 ജില്ലകളെ സംബന്ധിച്ചിടത്തോളം പൊതുവെ LDF-ന് ഒരു മേൽക്കൈയുണ്ട്. മാത്രമല്ല സ്ഥാനാർത്ഥികൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മിക്കവാറും എല്ലായിടത്തും ആ സിറ്റിംഗ് MLA-മാർക്ക് വീണ്ടും അവസരം കൊടുത്തിരിക്കുകയാണ്. 2 തവണ കഴിഞ്ഞവർക്ക് ഇത് കൊടുക്കില്ല എന്നുള്ളതൊക്കെ മാറ്റി വെച്ചു. ഇപ്പോൾ ഇരവിപുരം മണ്ഡലത്തിൽ നൗഷാദ് എന്ന് പറഞ്ഞ MLA, വേണമെങ്കിൽ പുള്ളിയെ മാറ്റിയില്ല. അതുപോലെ തിരുവനന്തപുരത്ത് IB സതീഷ് കാട്ടാക്കട, അതുപോലെ ആ സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ ഇല്ലേ, ഹരീന്ദ്രൻ പാറശാല, അതെ, ആൻസലൻ നെയ്യാറ്റിൻകര, ഇവരൊക്കെ 3ാം തവണയാണ്. അവരെല്ലാവരും തന്നെ DK മുരളി വാമനപുരം, അപ്പോൾ ഈ 3ാമത് മത്സരിക്കുകയാണ്. അപ്പോൾ ആ ഒരു പിന്നെ ശിവൻകുട്ടി നേമം, പിന്നെ പ്രശാന്ത്. അപ്പോൾ എല്ലാ സ്ഥലത്തും സിറ്റിംഗ് MLA-മാർക്ക് കൊടുത്താൽ ഗുണമെന്ന് വെച്ചാൽ സിറ്റിംഗ് MLA-മാർ 5 കൊല്ലമായിട്ടോ 10 കൊല്ലമായിട്ടോ അതാത് മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നവരാണ്. അവർക്ക് പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല, ഒരു അനാവശ്യ റിസ്ക് എടുക്കണ്ട. പ്രത്യേകിച്ചും ജനമെതിരാണ്. ആൻറ്റി ഇൻകംബൻസി ഭയങ്കരമായിട്ടുണ്ട്. പക്ഷേ ആൻറ്റി ഇൻകംബൻസി പിണറായിക്കെതിരായിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ സർക്കാരിനെതിരായിട്ടേ ഉള്ളൂ. അതാത് സ്ഥലത്തെ MLA-മാർക്കെതിരായിട്ട് ആ രീതിയിൽ ഉണ്ടാകണമെന്നില്ല. 5 കൊല്ലമായിട്ടല്ല 10 കൊല്ലമായിട്ട് ആ മണ്ഡലത്തിലുള്ളവരാണ്. IB സതീഷിനോ അല്ലെങ്കിൽ DK മുരളിക്കോ ഹരീന്ദ്രനോ ആ രീതിയിൽ, സ്റ്റീഫൻ 5 കൊല്ലമായിട്ട് അരുവിക്കര. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കുറേയൊക്കെ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇവർക്ക് പറ്റും. പിന്നെ മറുഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികളെന്ന് പറഞ്ഞാൽ ഈവൻ പത്തനംതിട്ട ജില്ലയിൽ പോലും ഒരു ഇടിച്ചു കയറുന്ന സ്ഥാനാർത്ഥികൾ കുറവാണ്. റാന്നിയിലെ പഴകുളം മാത്തു, അല്ല ഞാൻ പറഞ്ഞത്. മറുഭാഗത്ത് ഞാൻ പറഞ്ഞത് ഒരു സ്ഥാനാർത്ഥി എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഇടിച്ചു കയറുന്ന ആൾ വേണ്ട, പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ്. അപ്പോൾ അതിൽ പറയാവുന്ന അബിൻ വർക്കിയെ മാത്രമേ നമുക്ക് എടുത്തു പറയാവുന്ന സ്ഥാനാർത്ഥിയുള്ളൂ. മറ്റെല്ലാം എനിക്ക് വലിയ സന്തോഷം തോന്നിയില്ല. അപ്പോൾ പൊതുവേ അത് ഇനി മധ്യ കേരളത്തിലേക്ക് വരുമ്പോൾ കൂടുതൽ വ്യക്തമാവും. ആ രീതിയിലുള്ളൊരു വലിയ ബുദ്ധിമുട്ട് പത്തനംതിട്ട, കോട്ടയം, അതുപോലെ ഇടുക്കി ജില്ലകളിലൊക്കെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിന് വലിയ തകരാറ് പറ്റിയിട്ടുണ്ട്. പിന്നെ തിരുവല്ലയിലാണെങ്കിൽ നമ്മുടെ മാത്യു ടി തോമസ്
അങ്ങനെ നിൽക്കുകയാണ്. മാത്യുവിനെ തോൽപ്പിക്കാനുള്ള ഒരു കാരണം ആളുകൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ എതിർ സ്ഥാനാർത്ഥി അത്ര ക്യാമനായിരിക്കണം. കേരള കോൺഗ്രസ് അത് ഒട്ടും അല്ലതാൻ. എതിർ സ്ഥാനാർത്ഥി അത്ര ഒട്ടും തന്നെ മാത്യുവിനോട് എതിര് നിൽക്കാൻ പറ്റിയ ഒരാളല്ല. അതേസമയത്ത് തന്നെ അവിടെ BJP ഭയങ്കര പ്രവർത്തനം നടത്തുന്നുമുണ്ട്. അനൂപ് ആന്റണി മത്സരിക്കുന്നു. അനൂപ് ആന്റണി മത്സരം. അതുപോലെ കോന്നി സീറ്റ് നോക്കിയാൽ അവിടെ നമ്മുടെ അടൂർ പ്രകാശ് നിന്നാൽ ജയിക്കും എന്നല്ലാണ്ട് സതീഷ് കൊച്ചുപറമ്പിൽ നിന്നാൽ ജയിക്കണമെങ്കിൽ പണി കുറയുണ്ട്. അത് എളുപ്പമല്ല. അതിനേക്കാൾ ശക്തനായ റോബിൻ പീറ്റർ മത്സരിച്ചിട്ട് ജയിച്ചില്ല. അത് എനിക്ക് തോന്നുന്നു സാമുദായിക പരിഗണന വെച്ചിട്ട് സാമുദായിക പരിഗണന വെച്ചാൽ മറ്റേ സ്ഥാനാർത്ഥി ജനീഷ് കുമാറാണ്. കോന്നിയുടെ പ്രത്യേകത ഈ തെക്കൻ കേരളത്തിൽ ഏറ്റവും അധികം CPM കാരുള്ള സ്ഥലമാണ്. ഒരു തവണ VS അച്യുതാനന്ദൻ മത്സരിക്കാൻ ആലോചിച്ച സീറ്റാണ് കോന്നി. അപ്പോൾ അത്രയും ഒരു CPM ശക്തി കേന്ദ്രമാണ്. അവിടെ അടൂർ പ്രകാശ് അല്ലാതെ ആരും തന്നെ ജയിക്കില്ല. ഇപ്പോൾ കോന്നി, റാന്നി, പിന്നെ അടൂർ സംവരണ സീറ്റാണ്. സംവരണ സീറ്റുകൾ പൊതുവെ LDF ജയിക്കാനാണ് കൂടുതൽ സാധ്യത. അല്ലെങ്കിൽ ശക്തനായ സ്ഥാനാർത്ഥി പറഞ്ഞു. കഴിഞ്ഞ തവണ MG കണ്ണൻ മത്സരിച്ചുകൊണ്ടാണ് കണ്ണൻ മത്സരിച്ചുകൊണ്ടാണ് അതുവരെ എത്തിയത്. പിന്നെ ഒരു സീറ്റ് എന്ന് പറഞ്ഞാൽ തിരുവല്ലയാണ്. തിരുവല്ല ആറന്മുളയിൽ ശരിക്കും വലിയ ഫൈറ്റാണ്. ആറന്മുളയിൽ ശരിക്കും ട്രയാങ്കുലർ ഫൈറ്റ്, തീ പാർന്ന പോരാട്ടം. ഒന്ന് അബിൻ വർക്കി വളരെ ഊർജ്ജസ്വലനായ ചെറുപ്പക്കാരനാണ്. പിന്നെ വീണ ജോർജ് കുറച്ച് ഡിഫൻസിലാണ്. രണ്ടുപേരും ഓർത്തഡോക്സുകാർ. പിന്നെ കുമ്മനരാശർ അതിന് ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇല്ലായിരുന്നു. പിന്നെ കുമ്മനത്തെ അവസാനം ഫീൽഡ് ചെയ്തതാണ്. അപ്പോൾ അത് വലിയൊരു മത്സരത്തിലേക്ക് പോകും. സാമുദായികമായ ചെരിതിരിവുകൾ അടക്കം ആറന്മുളയിൽ സംഭവിക്കാം. ആറന്മുളയിൽ ശരിക്കും നമുക്ക് പ്രവചനാതീതമായ ഒരു മത്സരം നടക്കുന്ന സ്ഥലമാണ്. ആ ജില്ലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത് അതാണ്. ശരിക്കും മത്സരമുള്ളൊരു സീറ്റ് അത് മാത്രമേ ഉള്ളൂ. ബാക്കിയല്ല. ആലപ്പുഴയിലേക്ക് പോയി. ഈവൻ പ്രമോദ് നാരായണൻ കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് അവൻ അവിടെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി. പഴയ പ്രമോദല്ല ഇപ്പോഴത്തെ പ്രമോദ്. അപ്പോൾ അങ്ങനെ മാണി ഗ്രൂപ്പിന് ഇപ്പോൾ ഉറപ്പിച്ച് പറയാവുന്ന ഒരു സീറ്റ് റാന്നിയാണ്. ആ നിലയിലേക്ക് എത്തിച്ചു. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ BJP അവിടെ ഒരു സ്ഥാനാർത്ഥിയായി പറഞ്ഞ പോലെ 2020 അവിടെ കൊടുത്തിട്ട് ശബരിമല ഇവിടെ ഒരു വിഷയമേ അല്ല എന്ന് അദ്ദേഹം പ്രതികരിച്ചു. കുമ്മനത്തിന് അത് തിരുത്തേണ്ടി വരികയൊക്കെ ചെയ്തു. ഡീൽ ആരോപണം നിൽക്കുന്ന ഒരു ഡീല് വേറെ വിഷയമാണ്. ഞാൻ പറഞ്ഞത് ഡീലിന്റെ വിഷയത്തിൽ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വരാം. നമ്മൾ പൊതുവെ സ്ഥാനാർത്ഥികളുടെ ഒരു മേന്മ LDFനും ഉണ്ട്. ഈ തെക്കൻ കേരളത്തിൽ വിശേഷിച്ചുകൊണ്ട്. പിന്നെ തെക്കൻ കേരളത്തിൽ അങ്ങനെ ഒരു വലിയ ഇടിച്ചു കയറാൻ പറ്റിയ സ്ഥാനാർത്ഥികൾ ഒന്നും തന്നെ കോൺഗ്രസ് നിർത്തിയിട്ടില്ല. ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ ജനങ്ങൾ തമസ്കരിച്ച ശിവകുമാർ അരുവിക്കരയിൽ പോയി മത്സരിക്കുക. അതൊക്കെയാണ് ഒരു പരീക്ഷണം ഞാൻ പറയുന്നത്. പിന്നെ നമ്മുടെ ശക്തമായ തിരിച്ചുവരവ് നടത്തുക നെയ്യാറ്റിൻകരയിൽ. അതൊക്കെ വലിയ പഴയ പടക്കുതിര ഓടി തളർന്ന ഈ ഓടി കണ്ടം ചെയ്ത KSRTC ബസ് പിന്നെ സ്കൂൾ ബസ്സായിട്ട് ഉപയോഗിക്കില്ല എന്ന പോലെയുള്ള ചില സ്ഥാനാർത്ഥികൾ വന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ആളാണ് ശക്തൻ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളാണ് പൊതുവെ. പിന്നെ പല സ്ഥാനാർത്ഥികളും ഈ കേൾപ്പോരും കേൾവിയില്ലാത്ത ആളുകൾ. പിന്നെ എന്താണ് മറ്റേ LDFൽ നിന്ന് അഴിമതി നടത്തിയിട്ട് പിരിച്ചുവിട്ട മീനാങ്കൽ കുമാർ നെടുമങ്ങാട് മത്സരിക്കുകയാണ്. ഇതൊക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് GR അനിലിനെതിരായിട്ട്. പിന്നെ തിരുവനന്തപുരം ജില്ലയിൽ BJPയുടെ ഒരു കടന്നുകയറ്റം അത് പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം ഇതിൽ നിയമത്തെ അവർ വളരെ സാധ്യത എങ്ങനെയുണ്ടോ ഈ ഘട്ടത്തിൽ രാജീവ് ചന്ദ്രശേഖർ ജയിക്കാനുള്ള സാധ്യതയുണ്ട്. ശിവൻകുട്ടിയും തമ്മിലാണ് മത്സരം. പാവപ്പെട്ട ശബരിനാഥനെ അവിടെ വെറുതെ നേർച്ചക്കോഴിയായിട്ട് കൊണ്ടു നിർത്തിയേക്കാണ്. മുരളീധരൻ ഉണ്ടാക്കാൻ പറ്റിയേക്കാൾ വലിയ അത്ഭുതമൊന്നും ശബരിനാഥൻ ഉണ്ടാക്കാൻ പറ്റില്ല. അത് അവിടെ ഈ പറഞ്ഞ പോലെ BJPക്ക് ഒരു സാധ്യതയാണെങ്കിൽ തൊട്ടപ്പുറം വട്ടിയൂർക്കാവിലേക്ക് പോയാൽ വട്ടിയൂർക്കാവിൽ മുരളിക്കാണ് സാധ്യത. മുരളി ഒരു കാൻഡിഡേറ്റ്. ഈ വ്യക്തി ഇടല്ലോ. ഇപ്പം നമ്മൾ തിരുവല്ല നോക്കിയാൽ മതി. തിരുവല്ല എന്ന് പറഞ്ഞ മണ്ഡലത്തിൻ്റെ സവിശേഷം വലിയ UDF മണ്ഡലമാണ് ഇല്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല. 65% UDF ആണ്. പക്ഷേ മാത്യു എന്ന് പറഞ്ഞ ആൾക്കൊരു വോട്ടർ. മാത്യു ഒരു വളരെ അഴിമതിയില്ലാത്ത സത്യസന്ധനായ തിരുവല്ല പോലെ സൗമ്യനായ തിരുവല്ലക്കാരെ ആഗ്രഹിക്കുന്ന ഒരു തിരുവല്ലക്കാരൻ്റെ ഒരു നിലവാരം വെച്ച് നോക്കുന്നുള്ളൂ. അങ്കമാലിക്കാരൻ്റെ നിലവാരമല്ല, തിരുവല്ലക്കാരൻ്റെ നിലവാരത്തിൽ നോക്കുമ്പോൾ തിരുവല്ലക്കാരെ ആഗ്രഹിക്കുന്ന അവരുടെ ഒരു കൾച്ചറുമായിട്ട് യോജിച്ചു വന്ന അവരുടെ സാമുദായിക സാഹചര്യങ്ങളുമായിട്ട് യോജിച്ചു വന്ന ഒരു മാർത്തോമ സഭയിലൊരു സീനിയർ വൈദികൻ്റെ മകനാണ്. പിന്നെ മാത്യുവിന് തലക്ക് ചുറ്റും പ്രഭാവം ഒരു സോഷ്യലിസ്റ്റുകാരൻ, ഒരു കൊള്ളരായ്മയില്ലാത്തൊരു മനുഷ്യൻ. ആ രീതിയിൽ അദ്ദേഹത്തിന് ഒരു വലിയ സ്വീകാര്യത ഉണ്ട്. അങ്ങനെയാണ് ജയിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ തിരുവനന്തപുരത്ത് VK പ്രശാന്ത് പോഷകാരനൊന്നുമല്ല, ഗംഭീര സ്ഥാനാർത്ഥി, ഇടിച്ചു കയറുന്ന സ്ഥാനാർത്ഥി, മാർസിസ്റ്റ് സഹജമായ മസിൽ പിടുത്തം ഇല്ലാത്ത ആളാണ്. പക്ഷേ ശ്രീലേഖ BJPക്ക് വലിയ ശക്തിയുള്ള സ്ഥലമാണ്. പക്ഷേ ഈ രണ്ട് സ്ഥാനാർത്ഥികൾക്ക് കേട്ടെങ്കിലും മുരളീധരൻ്റെ ഒരു വേറൊരു സ്ഥാനമുണ്ട്. അതും തന്നെയല്ല അവിടെ തിരുവനന്തപുരത്തെ ആ ഒരു
വോട്ട് ബാങ്കിന്റെ വോട്ട് സാമുദായിക രീതിയിലൊക്കെ നോക്കുമ്പോൾ എല്ലാത്തിനെയും യോജിപ്പിച്ചുണ്ടാവും കരുണാകരൻ്റെ മകൻ മുരളീധരൻ. അതാണ് ഞാൻ പറഞ്ഞത്, മുരളിക്കാണ് സാധ്യത എന്ന് ഞാൻ പറയുമ്പോൾ അതിൻ്റെ മനസ്സിലായി. അപ്പൊ നേരെ അത് ബി ജെ പിയുടെ വോട്ടോ കോൺഗ്രസിൻ്റെ വോട്ടോ സി പി എമ്മിൻ്റെ വോട്ടോ അല്ല, അതിൽ ഒരു മുരളി. ഇപ്പൊ അപ്പോൾ യു ഡി എഫ് തിരിച്ചു പിടിക്കാവുന്ന ഒരു സീറ്റ് ഇപ്പോൾ വട്ടിയൂർക്കാവ് വട്ടിയൂർക്കാവ് വേണമെങ്കിൽ ഏതെങ്കിലും 1-2 സീറ്റ് കൂടി തിരുവനന്തപുരം ജില്ലയിൽ കിട്ടിയാൽ കിട്ടി. അത് 14 സീറ്റിൽ കഴിഞ്ഞ തവണ കോവളം മാത്രം കോവളം മാത്രമല്ല, കോവളത്ത് വിൻസെന്റ് തന്നെ ജയിക്കും. ജയിക്കും. വിൻസെന്റ് പിന്നെ ഏറിയാൽ ഈ പറഞ്ഞ ഏറിയാൽ 2 സീറ്റ് കൂടുതൽ കിട്ടും. കിട്ടിയേക്കാം. ഈ തിരുവനന്തപുരം മണ്ഡലത്തിൽ എനിക്ക് ഒന്ന് മൊത്തത്തിൽ നോക്കി തിരുവനന്തപുരം മണ്ഡലത്തിൽ ഈ പറഞ്ഞ പോലെ ജോൺ ജയിക്കാനുള്ള ഒരു സാധ്യത. സ്ഥാനാർത്ഥി നിർണയത്തിൽ CPM-ന് ഒരു അല്ലെ LDF-ന് ഒരു ചെറിയ അല്ലെ അവസാന നിമിഷം വരെ ഒരു വലിയ അനിശ്ചിതത്വം നിലനിർത്തുന്നത് അവസാനം ശരിയാണ്. അത് മാത്രമല്ല, തിരുവനന്തപുരം സെൻട്രൽ പൊതുവെ LDF-ന് ജയിക്കാൻ പറ്റിയ ഒരു സീറ്റല്ല. ആന്റണി രാജു നോക്കുമ്പോൾ പുള്ളിയുടെ വേറെ പല സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം ജയിക്കുന്നത്. തന്നെയല്ല ആന്റണി രാജു ഒരു അത്ര ഈ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ അത്ര ഒരു താല്പര്യവുമില്ല. ഒരു ഭിന്നതയുടെ ഒരു പ്രശ്നം. ആന്റണി രാജു ഇനിയിപ്പോൾ പ്രവർത്തിച്ചാലും വലിയ ഫലമൊന്നുമില്ല, അത് വേറെ കാര്യം. പക്ഷേ ആന്റണി രാജുവിന് തീരപ്രദേശത്തെ വേറെ പല സാമുദായികവും മറ്റു തരത്തിലുള്ള സ്വാധീനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം ജയിക്കുമ്പോൾ. നാടാർ ബെൽറ്റിലും വലിയ മാറ്റങ്ങൾക്കൊന്നും നാടാർ ബെൽറ്റിലും വലിയ മാറ്റത്തിൻ്റെ സാധ്യതയില്ല. കാരണം കോവളത്തെ ആൻസർ ശക്തമായിട്ട് നിൽക്കുന്നു. നെയ്യാറ്റിൻകരയിൽ ഇയാളാണ്, അല്ല ഞാൻ പറഞ്ഞ കോവളത്ത് വിൻസെന്റ്, നെയ്യാറ്റിൻകരയിൽ ആൻസർ. വലിയ മാറ്റത്തിൻ്റെ സാധ്യതയില്ല. അപ്പോൾ എങ്ങനെ പോയാലും 4 സീറ്റ് കൂടുതൽ കോൺഗ്രസിന് അല്ലെങ്കിൽ UDF-ന് കിട്ടാൻ അവിടെ പ്രതീക്ഷിക്കാൻ പറ്റില്ല. നമ്മൾ പിന്നെ അവിടെ ജില്ലയിൽ ശ്രദ്ധിക്കേണ്ട ഒരു മല കഴക്കൂട്ടം. കഴക്കൂട്ടത്തെ ഇപ്പം അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ ഒരു സാധ്യത കൂടെ വെച്ച് നോക്കുമ്പം ഈ വി മുരളീധരൻ വേഴ്സസ് കടകംപള്ളി എന്നുള്ള നിലയ്ക്ക് തന്നെ മത്സരം. ഇപ്പൊ ഈ ശബരിമല വിഷയം അങ്ങനെ തന്നെയാണ് മത്സരം. ഹരിചന്ദ്ര പ്രസാദിന്റെ ഒരു വരവ് വന്നുകൊണ്ട് ഇതിപ്പം ആർക്കാണ് ഒരു സാധ്യത കൂടുതൽ വർദ്ധിക്കാൻ? അത് പറയാൻ പറ്റില്ല. അത് ഇവർ തമ്മിൽ തന്നെയാണ് മത്സരം. ഈ മുരളീധരനും കടകംപള്ളി കുറെ കാലമായിട്ട് അവിടെ തമ്പടിച്ച്. പിന്നെ കടകംപള്ളിക്കുള്ളൊരു സൗകര്യം എന്ന് വെച്ചാൽ RSSകാർക്ക് ഒരു പ്രിയങ്കരനായ വ്യക്തിയാണ് കടകംപള്ളി. കടകംപള്ളിയെ കാണാൻ വന്ന ആരെയും പുള്ളി നിരാശപ്പെടുത്തി വിടുകയില്ല. വളരെ ജനസമ്മതനുമായിട്ടുള്ള ആളാണ് പുള്ളി. മറ്റ് പല കോൺട്രവേഴ്സിയൊക്കെ പുള്ളിയെക്കുറിച്ച് ഉണ്ടെങ്കിലും ആ ഒരു സാധനമുണ്ടല്ലോ, ഒരു പേഴ്സണൽ അപ്രോച്ച്. പൊതുവെ തിരുവനന്തപുരം ജില്ലയിൽ BJPയുടെ ഒരു വലിയ ഇതുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പൊ ചാത്തന്നൂർ പോലും അവര് ആറ്റിങ്ങൽ വന്നു, ചിറയൻകീഴൊക്കെ വളരെ സംവരണ മണ്ഡലമാണ്. ഇതിൽ പല സ്ഥലത്ത് ഇവർ 2ാം സ്ഥാനത്ത് വരാൻ നല്ല സാധ്യതയുണ്ട്. ആ നിലയിലേക്ക് കാര്യങ്ങളെത്തി. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ പറയുന്നത് UDF അപ്രസക്തമായി എന്നുള്ളതാണ്. കോൺഗ്രസ് അപ്രസക്തമാകുന്നു തിരുവനന്തപുരം ജില്ലയിൽ. CPM-ഉം BJP-യും തമ്മിലാണ് മത്സരം, അല്ലാതെ കോൺഗ്രസ് ഇല്ല. ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയിരുന്ന ജില്ലയാണ്. നമ്മൾ കൊല്ലത്തേക്ക് വരുമ്പോൾ കുറച്ചും കൂടി സ്ട്രോങ് വിക്കറ്റിലാണ് CPM. കാരണം തൊട്ട് മുമ്പത്തെ തെരഞ്ഞെടുപ്പൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഒരു ഏകപക്ഷീയ വിജയമായിരുന്നു കഴിഞ്ഞ തവണ. മറ്റേ CR മഹേഷ് അത് ആ വ്യക്തികൾ ആയതുകൊണ്ട് ജയിച്ച. ഇത്തവണ അവർ രണ്ടുപേരും ജയിക്കായിരിക്കും. പിന്നെ വലിയ മത്സരം നടക്കുന്ന ഒരു സീറ്റ് എന്ന ആളുകൾ പറയുന്നത് ചടയമംഗലമാണ്. അല്ല, ചടയമംഗലമല്ല, പത്തനാപുരമാണ്. പത്തനാപുരത്ത് KB ഗണേഷ് കുമാറിനെതിരായിട്ട് സകല അടവുകളും പറ്റിക്കൊണ്ട് ചാമക്കാല രംഗത്ത് വന്നു. 5 വർഷമായിട്ട് ചാമക്കാല 5 കൊല്ലമായിട്ട് അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുകയാണ്. മാത്രമല്ല, ഈ അവസാന സമയത്ത് ഒരുപാട് ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നു ഗണേഷ് കുമാറിനെതിരായിട്ട്. സമർത്ഥമായിട്ട് ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് കഴിയും. അതെ. മാത്രമല്ല, അതിനേക്കാളും ഈ മറ്റേ സ്ത്രീ വിഷയമല്ല, അതിനേക്കാൾ കൂടുതലായിട്ട് ഉമ്മൻചാണ്ടിയെ വഞ്ചിച്ചു എന്നുള്ളൊരു പോയിന്റ്. ഈ ഗണേഷ് കുമാറിൻ്റെ വോട്ടർമാരിലെ വലിയൊരു ഭാഗം ഈ മാർത്തോമ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട ക്രിസ്ത്യാനികൾ, പെന്തിക്കോസുകാരൊക്കെ. അവരുടെ ഒരു ഇളക്കോടക്കാൻ വേണ്ടി ആദ്യം ചാണ്ടി ഉമ്മനെ കൊണ്ടുവന്നു, പിന്നെ മറിയ ഉമ്മനെ കൊണ്ടുവന്നു. ഉമ്മൻചാണ്ടി വികാരം ആളിക്കത്തിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ കഴിഞ്ഞാലും തന്നെ പത്തനാപുരത്തെ NSS യൂണിയനിലെ പ്രശ്നം, അവിടെ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ. അതെ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ ഗണേശനെതിരാണ്. ഇതൊക്കെ കഴിഞ്ഞാലും ഗണേശൻ മനസ്സിലായില്ലേ? അത് ഇപ്പം നമ്മൾ പറഞ്ഞാൽ ശോഭിക്കില്ല. വോട്ടെണ്ണി കഴിഞ്ഞിട്ട് ഒന്നുകൂടി പറയുന്നതായിരിക്കും നല്ലത്. പിന്നെ അവിടെ ശ്രദ്ധയോടെ നോക്കുന്ന ഒരു 3 മണ്ഡലങ്ങളിൽ ഒന്ന് ചവറ, കുന്നത്തൂര്, കൊല്ലം. കഴിഞ്ഞ തവണ കൊല്ലത്ത് ഇത്തവണ ബിന്ദുകൃഷ്ണ ജയിക്കും എന്നുള്ളതാണ് പൊതുവെയുള്ള സംസാരം. ബിന്ദുകൃഷ്ണ കൊണ്ട് ജയിച്ചതിന് ശേഷം നമുക്ക് ജയിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. സ്റ്റിൽ ബിന്ദുകൃഷ്ണ ഉണ്ട് നല്ലപോലെ കഴിഞ്ഞ 5 കൊല്ലമായിട്ട് കൊല്ലത്തുണ്ട്. മാത്രമല്ല, മുകേഷ് ഉണ്ടാക്കിയ ഒരു വലിയ ചീത്തപ്പേര് അവിടെ കിടക്കുകയാണ്. 10 കൊല്ലം കൊണ്ട് മുകേഷ് അവിടെയുള്ള മൊത്തം CPM-കാരെ പേർപ്പിച്ചു. അത് തികച്ചും അനാവശ്യമായൊരു പരീക്ഷണമായിരുന്നു. കാരണം ഗുരുദാസിനെ മാറ്റിയാൽ തന്നെയും അവിടെ എത്രയോ പ്രവർത്തന പരിചയവും പാരമ്പര്യമുള്ള സഖാക്കളുണ്ടായിരുന്നു. അങ്ങനെ ഒരാൾക്ക് കൊടുക്കാതെ തീർത്ത് നിരുത്തരവാദപരമായിട്ട് പെരുമാറിയ മുകേഷിന് കൊടുത്തു എന്നുള്ളതാണ്. അതാണ് കൊല്ലത്തിൻ്റെ ഗ്രീവൻസ്. കുന്നത്തൂര്, ഉല്ലാസ് കോവൂര് ഈ പറഞ്ഞ പോലെ ജയിക്കുകയാണെങ്കിൽ ഇത്തവണ ജയിക്കും. കാരണം നല്ല ഫൈറ്റായിരുന്നു കഴിഞ്ഞവണയായിരുന്നു. ഇത്തവണയും പുള്ളി നന്നായിട്ട് ഫെയർ ചെയ്യുന്നുണ്ട്. പിന്നെ കോവൂർ കുഞ്ഞുമോനോട് ആളുകൾക്ക് പഴയ പോലെയുള്ളൊരു താല്പര്യമില്ല. പിന്നെ കുഞ്ഞുമോൻ്റെ ഒരു വലിയ
ഒരു മേന്മയായിട്ട് ആൾക്കാർ പറയുന്നത് ഇദ്ദേഹം ഈ കുന്നത്തൂർ എന്ന് വെച്ചാൽ ഈ യാഥാസ്ഥികരായ ഒരുപാട് പഴയ മാടമ്പിമാരുള്ള സ്ഥലമാണ്. എല്ലായിടത്തും ചെല്ലുമ്പോഴും പുള്ളി വളരെ വിനീതനായിട്ട് എല്ലാവരും താഴ്മയോട് പെരുമാറുന്ന ആളാണ്. അതുകൊണ്ട് അവർക്ക് അദ്ദേഹത്തോടൊരു വാത്സല്യമുണ്ട്. അത്രേ ഉള്ളൂ. അല്ലാണ്ട് പുള്ളിക്ക് വേറെ പാർട്ടി പിൻബലമൊന്നും ഇല്ലോ. CPM-കാരെ ഒട്ടിയാലും ജയിക്കും. ചവറയിലോ? ചവറയിൽ വലിയ ഫൈറ്റാണ്. അത് സുജിത്ത് വിജയപിള്ള, അതുപോലെ തന്നെ ഷിബു ബേബി. 2 തവണ തോറ്റ് ഷിബു ഇത്തവണ ജയിച്ചാൽ മതിയാവുള്ളൂ. ജയിച്ചേ തീരും. കാരണം RSPയെ സംബന്ധിച്ച് 2 തവണ സീറ്റില്ലാത്തൊരു 2 ഘട്ടം കഴിഞ്ഞു. അതെ അതെ. MLA-മാരെ ഇല്ലാത്ത അപ്പോൾ ഈ നല്ല ഫൈറ്റ് അവിടെയുണ്ട്. അവിടെയുണ്ട്. ആലപ്പുഴയിലേക്ക് വന്നു പിന്നെ മറ്റേ പുനലൂർ ചടയമംഗലം ഒന്നും വലിയ മാറ്റത്തിന് സാധ്യതയില്ല. ചാത്തന്നൂരാണ് വലിയൊരു മത്സരം നടക്കുന്നത്. അവിടെ ചാത്തന്നൂർ BJP-യും LDF-ഉം തമ്മിൽ. BJP 2ാം സ്ഥാനത്തുള്ള. BJP 2ാം സ്ഥാനത്താണ്. നമ്മൾ ആലപ്പുഴയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആലപ്പുഴ ജില്ലയിലേക്ക് വരുമ്പോൾ ഹരിപ്പാട് ഒഴിച്ച് ബാക്കി 8 എണ്ണവും 8 LDF-ൻ്റെ കയ്യിലാണ്. നമ്മൾ അരൂരിൽ നിന്നോട്ട് വടക്കോട്ട് പോകണമെങ്കിൽ ദലീമ, അതുപോലെ പ്രസാദ്, ആലപ്പുഴയിൽ ചിത്തരഞ്ജൻ, ഇത് 3ഉം അവർ തന്നെ ജയിക്കാനാണ് സാധ്യത. ഈ ഷാനിമോൾ ഒരു ഫൈറ്റ് ഉണ്ടാക്കിയാലും ഷാനിമോൾക്ക് പാർട്ടിക്കകത്ത് തന്നെ ഒരുപാട് പേര് വിരോധികളും ശത്രുക്കളുമായിട്ടുണ്ട്. കാരണം ആ ലോക്സഭയിലെ ഒരു ചെറിയ പരാജയം, അതിനുശേഷം ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചു. അവര് കഴിവുള്ള സ്ത്രീയാണ്, ഈ കൂട്ടത്തിൽ ഭേദവുമാണ്. പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ പാർട്ടിയിലെ മൂപ്പന്മാർക്ക് അവരെ ഇഷ്ടമല്ല. അത് പ്രവർത്തകർക്കും ആ രീതിയിലൊരു താല്പര്യം ഇല്ല. അതാണ് കുഴപ്പം. കഴിവൊക്കെ ഉള്ള ആൾ തന്നെയാണ്. ശരിക്കും ഡൽഹിമേക്കാളും നിയമസഭയിലേക്ക് യോഗ്യ ഷാനിമോളാണ്. പക്ഷേ നമ്മുടെ അഭിപ്രായമല്ലല്ലോ, ആളുകളുടെ അഭിപ്രായം. പിന്നെ അതിൽ സാമുദായികമായിട്ടുള്ള ചെറിയ ചേരിതിരിവ് കൂടി വരികയും ലത്തീൻ സഭയുടെ ഒരു വലിയ കൈവപ്പ് ദലീമൊക്കെ ഉണ്ട്. ആ ഒരു സംഭവം കഴിഞ്ഞ തവണ ആ ഒരു കമ്മ്യൂണൽ ഫാക്ടർ വന്നിരുന്നു. പിന്നെ അമ്പലപ്പുഴയിലേക്ക് ചെല്ലുമ്പോഴാണ് നമ്മൾ കാത്തിരിക്കുന്ന മത്സരം. അമ്പലപ്പുഴയിൽ സുധാകരൻ ശക്തമായിട്ട് നിൽക്കുന്നു. അദ്ദേഹത്തിന് നിരുപാധിക പിന്തുണയുമായിട്ട് UDF വരുന്നു. കാരണം അല്ലാതെ അമ്പലപ്പുഴ ശരിക്കും UDF മണ്ഡലമാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഈ പുനർവിഭജനത്തിന് ശേഷം പ്രത്യേകിച്ചും അമ്പലപ്പുഴയുടെ UDF സ്വഭാവം ഗണ്യമായിട്ട് വർദ്ധിച്ചു. അവിടെ ആശാനായതുകൊണ്ട് ജയിച്ചാണ്. പിന്നെ ഹരിപ്പാട് ചെന്നിത്തല, അത് ഹരിപ്പാട് ഇടതുപക്ഷ മണ്ഡലമാണ്. അതാണ് പ്രത്യേകത. അമ്പലപ്പുഴ വലതുപക്ഷ മണ്ഡലം, ഹരിപ്പാട് ഇടതുപക്ഷ മണ്ഡലമാണ്. പക്ഷേ ചെന്നിത്തല നിൽക്കുന്നതുകൊണ്ട് മാത്രം ജയിക്കുന്നത്. ചെന്നിത്തലയ്ക്ക് പിന്നെ മറുഭാഗത്തു നിന്നൊക്കെ വോട്ട് വാങ്ങിക്കാനും സാമുദായികമായിട്ടും ഒക്കെ ശരിയാക്കി എടുക്കാനുള്ള കഴിവുണ്ട്. ആലപ്പുഴ മണ്ഡലത്തിൽ ഇപ്പം അവിടുത്തെ KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റായ ഒരു ലാറ്റിൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരാളെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസ് അവിടെ ഫീൽഡ് ചെയ്യുന്നു. അത് ചിത്തരഞ്ജന് ഒരു ഫൈറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിത്തരഞ്ജന് ഫൈറ്റ് ഉണ്ടാക്കാൻ എളുപ്പമല്ല. 2 പ്രശ്നമുണ്ട്. ഒന്നാമത് ഈ ആലപ്പുഴ എന്ന് വെച്ചാൽ പഴയ KC വേണുഗോപാൽ ജയിച്ചാൽ അത് ആലപ്പുഴയല്ല. പുനർവിഭജനത്തിന് ശേഷം ആലപ്പുഴ മുനിസിപ്പാലിറ്റിയുടെ പകുതി ഡിവിഷൻ പിന്നെ പഴയ മാരാരിക്കുളത്തോട് യോജിപ്പിച്ചാണ്. മാരാരിക്കുളത്ത് ഒരു വലിയ ഇടതുപക്ഷ കോട്ടയാണ്. മാരാരിക്കുളത്തെ ആ CPM-കാരുടെ വോട്ട് കൊണ്ട് ജയിക്കും. ചിത്തരഞ്ജന് സാമുദായികമായിട്ടുള്ള വോട്ടും കിട്ടും, ധീവര സമുദായക്കാരനാണ്. അങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മാവേലിക്കരയിൽ വലിയ അട്ടിമറിക്ക് ജനകീയനായ MLA ആണ്. പിന്നെ കോൺഗ്രസ് ഫീൽഡ് ചെയ്തേക്കുന്ന പറഞ്ഞൊരു മുത്താര രാജ്, താരതമ്യേന വളരെ ചെറുപ്പക്കാരിയ ഒരു പെൺകുട്ടിയാണ്. പക്ഷെ എന്നാൽ പോലും അവർ ജയിക്കാനുള്ള ഒരു അത് പോരാ. പിന്നെ 2 സീറ്റുകൾ കായംകുളവും ചെങ്ങന്നൂരും. കായംകുളത്തെ ഇപ്പം പ്രത്യേകിച്ച് വാർത്തയിൽ 2 ദിവസം കൊണ്ട് 2 വ്യത്യസ്ത രീതിയിലാണ് വാർത്ത വന്നത്. അവിടെ ഷാനിമോൾ ഉസ്മാൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ് ലിജുവിൻ്റെ കാര്യം. നിയമസഭയിൽ പോകേണ്ട ആൾ ലിജുവാണ് ഇല്ലേ? പക്ഷെ നിർഭാഗ്യവശാൽ അത് സാധിക്കുന്നില്ല. പ്രതിഭയുടെ 2 തവണയായിട്ടുള്ള വിജയവും ഒരു തവണ 2016 തോൽപ്പിച്ചതും ലിജുവിനെയായിരുന്നു. കഴിഞ്ഞ തവണ അമ്പലപ്പുഴ പോയിട്ടാണ് ലിജു തോറ്റത്. ലിജു തന്നെ പറയുന്നത് ഞാൻ 3 തവണ തോറ്റു, ഇത് 4ാമത്തെ തെരഞ്ഞെടുപ്പാണ് എന്ന് പറയുന്നൊരു ഘട്ടത്തിലാണ്. ഇപ്പം പ്രതിഭയുടെ അവിടുത്തെ ഒരു ജനസ്വാധീനം, ഒരു പ്രതിഭ സത്യം പറഞ്ഞാൽ ഒരു വിവാദ നായികയായിട്ടാണ് ശരിക്കും അവിടെ അറിയപ്പെടുന്നത്. കായംകുളത്ത് അവരുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി. മകൻ്റെ അടക്കം മകൻ്റെ ഭർത്താവിൻ്റെ പലവിധ പ്രശ്നങ്ങളുണ്ടായി. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞാലും ആ ഒരു വിന്നിങ് കാൻഡിഡേറ്റാണ്. അതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് ഒറ്റക്കെളിവിൽ പാർട്ടിക്കാരിലും വലിയൊരു വിഭാഗം ഇവർക്കെതിരാണ്. പാർട്ടി പ്രവർത്തകരെതിരാണ്. അന്ന് സുധാകരൻ്റെ നോമിനേറ്റാണ് മതി. അധികം വൈകാതെ സുധാകരനുമായിട്ടുള്ള ബന്ധം വളരെ മോശമായി. പിന്നെ അവിടെ തന്നെ ഗടാഗടിയന്മാരായിട്ടുള്ള കുറേ പാർട്ടി മൂപ്പന്മാരുണ്ട്. ബാബുജാൻ കമ്മീഷൻ, ബാബുജാനുണ്ട്. പിന്നെ ഈ നമ്മുടെ ഷെയ്ഖ് പി ഹാരിസ് ഇതിൽ നിന്ന് പോയ അങ്ങനെ സദാശിവൻ MLA ആയിരുന്നു. സദാശിവനെ മാറ്റിയിട്ടാണ് ഈ പ്രതിഭയെ കൊണ്ടുവന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ മൂപ്പന്മാരൊക്കെ എതിരാണ്, ഇളമുറക്കാരെതിരാണ്, SFIക്കാരെതിരാണ്, DYFIക്കാരെതിരാണ്. ഇതൊക്കെ കഴിഞ്ഞാലും വിന്നിങ് കാൻഡിഡേറ്റാണ്. പിന്നെ 2 മണ്ഡലം
ഒന്ന് ചെങ്ങന്നൂരും ഒന്ന് കുട്ടനാടും. കുട്ടനാട്ടിലെ ആളുകളുടെ കാര്യം വലിയ കഷ്ടമാണ്. എല്ലാ കഷ്ടമാണെന്ന് വെച്ചാൽ മഴ പെയ്താലും കഷ്ടമാണ്, മഴ പെയ്തില്ലെങ്കിലും കഷ്ടമാണ്. കുവൈറ്റ് ചാണ്ടി മത്സരിച്ചാൽ കഷ്ടമാണ്, KC ജോസഫ് മത്സരിച്ചാലും കഷ്ടമാണ്. അപ്പോൾ ഏത് കാലത്തും ഇങ്ങനെ അവഗണിക്കപ്പെട്ട ചെറിയൊരു മാർജിൻ 4000-5000 വോട്ടിനാണ് ജയിക്കുന്നത് തോമസ്. അതായത് ചാണ്ടിയുടെ ഒസ്യത്ത് പ്രകാരമാണ് ഹനീഫൻ തോമസ്. സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. മറുഭാഗത്ത് സീറ്റ് പണം കൊടുത്ത് മേടിച്ചു എന്ന് പറയുന്ന ഒരാളാണ് കേരള. ഇപ്പോൾ ആര് ജയിച്ചാലും നാട്ടുകാരുടെ ഭയങ്കരമായിരിക്കും. അതുകൊണ്ട് കുട്ടനാടിനെ കുറിച്ച് നമുക്ക് പരിതപിക്കാൻ മാത്രമേ പറ്റൂ. UDF-നെ സംബന്ധിച്ച് അവസാന നിമിഷം ആ ഒരു വിമതൻ പിന്മാറി എന്നുള്ളത് മാത്രമാണ് അവരുടെ ഒരു അതുകൊണ്ടും ഫലമില്ല. ഞാൻ പറഞ്ഞത് സാഹചര്യം. കഷ്ടമാണ്. ചെങ്ങന്നൂർ അച്ചായൻ തന്നെ ജയിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ആര്? സജി ചെറിയാൻ. ആ രീതിയിൽ അവിടെ ഒരു മാത്രമല്ല എബി കുര്യാക്കോസൊന്നും പുള്ളി മർത്തോമ അക്കോമഡേഷനായിട്ട് കൊടുത്തു മാത്രം. പക്ഷെ അതുകൊണ്ടൊന്നും സജി ചെറിയാൻ തോപ്പിക്കാൻ പറ്റില്ല. സജി ചെറിയാൻ ആളഭ്യാസിയാണ്. അവിടുത്തെ BJP സ്ഥാനാർത്ഥി മാത്രമല്ല ഈ സജി ചെറിയാൻ വേറൊരു ഗുണമുണ്ട്. ഇയാൾ ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് വളരെ അപഹാസ്യരായെങ്കിലും ഇടപെടാൻ പറ്റിയ ആളാണ്. ആർക്കും എപ്പോഴും എന്ത് സാഹചര്യം ഓടിച്ചെന്നാൽ എല്ലാ സമുദായങ്ങളുമായിട്ട് മാത്രമല്ല എല്ലാ ആളുകളുമായിട്ട് പുള്ളിക്ക് ആരെങ്കിലും ബന്ധമുണ്ട്. ഇയാളൊരു പോങ്ങനായതുകൊണ്ട് വെട്ടി തുറന്ന് കാര്യങ്ങൾ പറയുകയും ആളുകൾ ഈ പൊതുസമൂഹത്തിൽ അപഹാസ്യനാവുകയും ചെയ്യുന്നു മാത്രം. പുള്ളി ശരിക്കും ഒരു നല്ല കേരള കോൺഗ്രസ്സുകാരനാണ്. ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? അതേ CPM-ൽ വന്നുപെട്ട ഒരു കേരള കോൺഗ്രസ്സുകാരനാണ് സജി ചെറിയാൻ.